എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11 ശ്ലോകം 17, 18, 19, 20, 21, 22, 23, 24 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കോമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കഥാമയം ഭാഗവതാഭിധാനം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ന കുര്യാൻ ന വദേൽ കിഞ്ചിൽ ന ധ്യായേൽ സാത്വസാധുവ ആത്മാരാമോനയാ വൃത്യ വിചരേൽ ജഡവൻ മുനി. ചിന്തിക്കുന്നത് മനോധർമ്മം. ആ മനസ്സ് ആത്മാവിൽ രമിച്ചതിനാൽ ലൗകിക വസ്തുക്കളുടെ ഗുണദോഷ ചിന്ത ചെയ്യാൻ കർത്താവില്ലാതെയായി. ഇങ്ങനെ ആത്മാരാമനായിരിക്കുന്ന ജ്ഞാനി ഒന്നും അറിവില്ലാത്ത ജഡൻ എന്ന പോലെ സഞ്ചരിക്കും. കാറ്റിലലയുന്ന പുൽക്കൊടി എന്ന പോലെ എങ്ങോട്ട് പോകുന്നു എന്ന അറിവില്ലാത്ത അവൻ പ്രാരബ്ധത്തിന്റെ പ്രേരണ അനുസരിച്ച് എങ്ങോട്ടെങ്കിലും പോകും. ശബ്ദ ബ്രഹ്മണി നിഷ്ണാതോ ന നിഷ്ണായാൽ പരേയതി ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷത. ശാസ്ത്രത്തില് വളരെ പാണ്ഡിത്യം ഉണ്ടായിരിക്കുകയും സർവത്ര സമമായിരിക്കുന്ന പരമാത്മാവിനെ അറിഞ്ഞ് അതിൽ ലയിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതായാൽ ശാസ്ത്രാഭ്യാസം കൊണ്ടുണ്ടാകേണ്ട ഫലം അവനുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവന് മേൽപ്പറഞ്ഞ സ്ഥിതി സിദ്ധിക്കുകയില്ല. അവന്റെ ശാസ്ത്രാഭ്യാസത്തിനുണ്ടായ പരിശ്രമത്തിന്റെ ഫലം പ്രസവിക്കാത്ത പശുവിനെ രക്ഷിക്കുന്നവന്റെ പരിശ്രമ ഫലത്തോട് തുല്യമാണ്. ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം ദേഹം പരാധീനം അസൽ പ്രജാം ച വിത്തം ത്വതീർത്ഥീകൃതമംഗ വാചം ഹീനാം മയാ രക്ഷതി ദുഃഖ ദുഃഖീ. പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം? അറിയേണ്ടത് അറിയാഞ്ഞാൽ വളരെ കഷ്ടാണ് എന്ന് ആ ദുഃഖത്തോടുകൂടി ആ മുൻ പറഞ്ഞതിനെ തന്നെ നന്നായിട്ട് വിവരിക്കണം. ഇനി ഒരിക്കലും പ്രസവിക്കില്ല. അങ്ങനെയുള്ള അത്ര വയസ്സായ പശുവിനെയും തന്നിഷ്ടം പോലെ നടക്കുക, ഭർത്താവിനെ ബഹുമാനിക്കാതിരിക്കുക എന്നീ ദോഷങ്ങളാ ദുഷിച്ച ഭാര്യയെയും കാമരാഗാദി ശത്രുക്കൾക്ക് വിധേയമായിരിക്കുന്ന ശരീരത്തെയും ഇഹത്തിലും പരലോകത്തിലും ഉപകരിക്കത്തക്ക യാതൊരു ഗുണവുമില്ലാത്ത പുത്രനെയും സാധു സംരക്ഷണത്തിനായി ചിലവ് ചെയ്യാത്ത മുതലിനെയും ഈശ്വര സ്വരൂപത്തെയോ അവതാര ലീലകളെയോ വർണ്ണിക്കുന്നതല്ലാത്ത വാക്കിനെയും ഏതൊരുത്തൻ ഭരിക്കുന്നുവോ അവൻ എപ്പോഴും ദുഃഖത്തിനു ശേഷവും ദുഃഖത്തിനെ തന്നെ പ്രാപിക്കുന്നു. യസ്യാം നമേ പാവനമംഗ കർമ്മസ്ഥിത്യുത്ഭവ പ്രാണനിരോധമസ്യ ലീലാവതാരേപ്സിത ജന്മവാസ്യാൽ വന്ധ്യാം ഗിരം താം വിഭ്രയാന്നധീര. ഈശ്വരകഥാ സംബന്ധമില്ലാത്ത വാക്ക് ഒരിക്കലും ഉച്ചരിക്കുകയും അരുതെന്ന് നിഷ്കർഷിച്ചു പറയുകയാണ്. കേൾക്കുന്നവരുടെയും ഉച്ചരിക്കുന്നവരുടെയും പാപത്തെ സംഹരിച്ച് പരിശുദ്ധി വരുത്തുവാൻ തക്ക യോഗ്യതയുള്ളതും ലോകത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ആധാരവുമായ എന്റെ ചരിത്രമോ അവരവരുടെ ഇഷ്ടദേവതകളുടെ മഹിമാവർണ്ണനയോ ഏതൊരു വാക്കിൽ ഇല്ലാതിരിക്കുന്നുവോ ആ വാക്ക് പ്രസവിക്കാത്ത സ്ത്രീക്ക് തുല്യമാകുന്നു. സന്താനോത്പാദനത്തിന് ഉപകരിക്കാത്ത സ്ത്രീയെ ഭരിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവും ഇല്ല. ഭക്തിയെ ജനിപ്പിക്കാൻ ശക്തിയില്ലാത്ത വാക്ക് ബുദ്ധിമാൻ ഉച്ചരിക്കരുത്. ഏവം ജിജ്ഞാസയാ പോഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യർപ്യ സർവഗേ. മേൽപ്പറഞ്ഞ വിധം തത്വചിന്തയാൽ ആത്മാവേകനല്ല, അനേകമുണ്ട് എന്ന് തോന്നിയ തെറ്റായ ധാരണ കളഞ്ഞ് രജോ ഗുണത്തിന്റെ പ്രേരണയാൽ ഉണ്ടാകുന്ന കർമ്മഭ്രമം നശിപ്പിച്ച് സർവവ്യാപിയായിരിക്കുന്ന എന്നിൽ
മനസ്സിനെ സമർപ്പിക്കണം. കർമ്മശ്രദ്ധ അധികരിക്കും തോറും മനഃശാഞ്ചല്യം വർദ്ധിച്ചു വരും. അതിനാൽ ആ അതിശ്രദ്ധ നശിപ്പിച്ച് മനസ്സിന്റെ വ്യാപാരം എന്നിൽ നിലനിർത്തണം. യദ്യാനീശോ ധാരയിതും മനോബ്രഹ്മണി നിശ്ചലം മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര. ബ്രഹ്മസ്വരൂപനായ എന്നിൽ മനസ്സിനെ ഇളക്കമില്ലാതെ ഉറപ്പിക്കാൻ സമർത്ഥനല്ല എന്ന് വരികിൽ വേദവിഹിത കർമ്മങ്ങൾ ഫലകാംക്ഷ കൂടാതെ ചെയ്യുക. ഫലേച്ഛയാണ് ബന്ധകാരണം. അതുകൂടാതെ കർമ്മം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ശ്രദ്ധാലുർമേ കഥാ ശൃണ്വൻ സുഭദ്രാലോകപാവനേ ഗായൻ അനുസ്മരൻ കർമ്മ ജന്മജാഭിനയൻ. മേൽപ്പറഞ്ഞ വിധത്തില് ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മത്താൽ ഭഗവത് പ്രസാദം ഉണ്ടാകും. അതിനാൽ അന്തരംഗം ശുദ്ധമായി വരും. ക്രമേണ എന്നിൽ ഭക്തിയുണ്ടാകും. അപ്പോൾ കഥാശ്രവണാദികളിൽ താല്പര്യം അധികരിക്കും. ലോകത്തെ പരിശുദ്ധമാക്കി തീർക്കുന്ന എന്റെ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ജന്മകർമാദികൾ അഭിനയിക്കുകയും ചെയ്യും. മദർത്തേ ധർമ്മകാമാർത്താൻ ആചരൻ മദപാശ്രയ ലഭതേ നിശ്ചലാം ഭക്തി മയ്യുത്തവ സനാതനേ. ധർമാർത്ഥ കാമങ്ങളെ എന്റെ പ്രീതിക്ക് വേണ്ടി ആചരിച്ച് എന്നെ തന്നെ ആശ്രയിക്കുന്നവൻ ക്രമേണ സർവകാരണങ്ങൾക്കും പരമകാരണമായി സനാതനനായിരിക്കുന്ന എന്നിൽ ഇളക്കമില്ലാത്ത ഭക്തിയെ പ്രാപിക്കുന്നു. മാല്യം, വസ്ത്രം, അലങ്കാരം മുതലായ ഇഷ്ടവസ്തുക്കളെ ഭഗവാന്റെ ബിംബത്തിൽ ചാർത്തുന്നത് കാമസമർപ്പണം. അന്യർക്ക് ഭക്തി ജനിപ്പിക്കുവാൻ ക്ഷേത്രാദി നിർമ്മാണങ്ങൾക്കായി ധനം ഉപയോഗിക്കുന്നത് ധനസമർപ്പണം. പ്രത്യുപകാരം ചെയ്യാൻ സമർത്ഥരല്ലാത്തവരെ ഈശ്വരബുദ്ധിയ സഹായിക്കുക, പരോപകാരം ചെയ്യുക ഇത്യാദികള് ധർമ്മസമർപ്പണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.